कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 142. രുക്മിണിയുടെ സന്ദേശം ബ്രാഹ്മണൻ പറഞ്ഞു തുടങ്ങി. കൃഷ്ണ, അങ്ങ് ഭക്തന്മാരിൽ കാരുണ്യമുള്ളവനാണെന്ന് നാരദൻ മുതലായ മഹർഷിമാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ എല്ലാ ഗുണങ്ങളെക്കുറിച്ചും ഞാൻ കേട്ടിരിക്കുന്നു. ദിവ്യരൂപം, ഗുണം എന്നിവയാൽ അതീവ സമ്പന്നനായ അങ്ങയെ ഏത് കന്യകയാണ് ആഗ്രഹിക്കാത്തത്? അങ്ങനെയുള്ള അങ്ങയെ ഞാനും സ്നേഹിക്കുന്നു എന്നതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. സകല പ്രാണികളുടെയും ഉള്ളറിയുന്ന അങ്ങ് അറിഞ്ഞിട്ടുമുണ്ടാകും. എന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ ഉള്ളഴിഞ്ഞ പ്രാർത്ഥനകൾക്ക് അങ്ങ് കാതു തരാത്തത്? എന്നെപ്പോലെയുള്ള ഒരു ക്ഷത്രിയ കന്യക ഇത്തരത്തിൽ രഹസ്യപ്രണയത്തിൽ ഏർപ്പെട്ടത് അനുചിതമാണ് എന്നാണോ അങ്ങയുടെ വിചാരം? കൃഷ്ണ, ഞാൻ മറ്റെന്താണ് ചെയ്യേണ്ടത്? അങ്ങയെ മനസ്സാവരിച്ചത് വെറും കുട്ടിക്കളിയല്ല. അങ്ങനെ മനസ്സ് അങ്ങേക്ക് സമർപ്പിച്ച എന്നെ എങ്ങനെയാണ് മറ്റൊരാളുടെ വിവാഹവേദിയിലേക്ക് തള്ളിവിടുന്നത്? മനസ്സ് തന്നെ അങ്ങയുടെ മുന്നിൽ സമർപ്പിച്ച എനിക്ക് ഒരപേക്ഷയേ സിംഹരാജനെ കാത്തിരിക്കുന്ന സിംഹിയെ വെറും കുറുക്കനെ തട്ടിക്കളിക്കാൻ ഇടവരുത്തരുത്. അങ്ങേക്കർപ്പിതമായ ഹവിസ് ചേതിരാജാവായ കുറുക്കൻ അപഹരിച്ചു കൊണ്ടുപോകാതെ നോക്കേണ്ടതും അങ്ങയുടെ ധർമ്മം തന്നെ. മനസ്സുകൊണ്ടുപോലും അയാൾ എന്നെ വരിക്കാൻ പാടില്ല. എന്റെ ചെറുവിരൽ പോലും അയാൾ ദർശിക്കാനും പാടില്ല. അങ്ങ് വീര്യശുൽക്കമായി എന്നെ ഇവിടെ നിന്നും സ്വന്തമാക്കി കൊണ്ടുപോവുക. പിതൃദേവകളുടെ വന്ദനവും കന്യകമാർക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രധാന വ്രതങ്ങളും ഞാൻ കൃത്യമായി അനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിയാവുന്ന ദാനധർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങെന്നെ സ്വീകരിക്കും എന്ന ഒറ്റ സ്വപ്നത്തിലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ശിശുപാലൻ ഈ ശരീരത്തെ സ്പർശിക്കുന്നതിനു മുമ്പ് അങ്ങെന്നെ രക്ഷപ്പെടുത്തുക. 2 ദിവസത്തിനകം എന്റെ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ശിശുപാലനെ ജയിച്ച വീരശുൽക്കമായി എന്നെ പരിഗണിക്കണം. അന്തപുരത്തിൽ വസിക്കുന്ന എന്നെ എങ്ങനെയാണ് ബന്ധുക്കളെ വധിക്കാതെ അവരുമായി പോരാടാതെ രക്ഷപ്പെടുത്തുക, എങ്ങനെയാണ് സ്വന്തമാക്കുക എന്ന് സംശയിക്കേണ്ട. ഞങ്ങളുടെ കുലദേവതയായ ദുർഗയെ തൊഴാനായി ഞാൻ പുറത്തിറങ്ങാം. ആ അവസരത്തിൽ എന്നെ അപഹരിച്ചു കൊണ്ടുപോവുക. അങ്ങനെ കൈവെടിയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ വ്രതാനുഷ്ഠാനം കൊണ്ട് ശോഷിച്ചു പോയ ഈ ശരീരം ഞാൻ പരിത്യജിക്കുക തന്നെ ചെയ്യും. ഇനിയൊരു 100 ജന്മം എടുത്തിട്ടാണെങ്കിൽ പോലും അങ്ങയോട് മാത്രം ചേരുക എന്നതാണ് എന്റെ ദൃഢനിശ്ചയം. ഈ സന്ദേശം പറഞ്ഞ ശേഷം ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു: പ്രഭോ, രുക്മിണി എന്തുകൊണ്ടും സതീരത്നമാണ്. അവളുടെ ഓരോ വാക്കും സത്യമാണ്. രാക്ഷസ വിവാഹരീതിയും അംഗീകരിക്കത്തക്കത് തന്നെ. കന്യകയുടെ രക്ഷിതാവ് അവൾക്ക് ഹിതമല്ലാത്ത വിവാഹം തീരുമാനിച്ചാൽ മറ്റെന്താണ് പോംവഴി? ഇനി അങ്ങ് വേണം അവളെ രക്ഷിക്കാനായി. രുക്മിണിയുടെ വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണൻ ബ്രാഹ്മണന്റെ കൈത്തലം കവർന്ന് ഇങ്ങനെ പറഞ്ഞു: ഉത്തമ ബന്ധുവായ അങ്ങ് എത്ര സഹായമാണ് എനിക്ക് ചെയ്തത് എന്നറിയുക. ഇത്രയധികം ആനന്ദകരമായ ഒരു വാർത്ത ഈ ജീവിതത്തിൽ കേട്ടിട്ട് തന്നെയില്ല. കാരണം രുക്മിണിയുടെ വിവരങ്ങൾ അറിഞ്ഞ് അവളുടെ രൂപസൗശീല്യവും ഗുണങ്ങളെക്കുറിച്ചും ചിന്തിച്ച് എനിക്ക് ഏറെക്കാലമായി നിദ്ര കൂടിയില്ല. രുക്മി എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് ഈ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അതീവ ദുഃഖത്തിലാണ്ടുപോയി. ശിശുപാലനുമായി അവളുടെ വിവാഹം രുക്മി നിശ്ചയിച്ചു എന്നതും ഞാൻ കേട്ടിരുന്നു. അതോടെ എന്റെ മനസ്സ് ദുഃഖത്തിലാണ്ടുപോയിരുന്നു. അരണിയിൽ നിന്ന് അഗ്നി കടഞ്ഞെടുക്കുന്നതുപോലെ ശിശുപാലൻ ഉൾപ്പെടെയുള്ള എതിർക്കൂട്ടങ്ങളെ പരാജയപ്പെടുത്തി ഞാൻ രുക്മിണിയെ നേടുക തന്നെ ചെയ്യും. രുക്മിണി എന്നിൽ മനസ്സർപ്പിച്ച വിവരം എനിക്ക് അറിവുണ്ടായിരുന്നില്ല. അറിഞ്ഞതോടെ എന്റെ മനസ്സ് ഉണർന്നിരിക്കുന്നു.
വിദർഭയിലേക്ക് രുക്മിണിയെ സ്വന്തമാക്കാനുള്ള യാത്രയുടെ ഒരുക്കം ശ്രീകൃഷ്ണൻ പെട്ടെന്ന് തന്നെ തുടങ്ങി. തന്റെ സാരഥിയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ സാരഥി, എന്റെ ഏറ്റവും വേഗതയിൽ പോകുന്ന തേര് ഉടൻ സജ്ജമാക്കുക. ഉടൻ തന്നെ എനിക്ക് വിദർഭയിലേക്ക് പോകേണ്ടതുണ്ട്. വിവരമറിഞ്ഞെത്തിയ ബലരാമനോട് ശ്രീകൃഷ്ണൻ രുക്മിണിയുടെ വിവാഹ കഥയെപ്പറ്റിയും തനിക്ക് വന്ന സന്ദേശത്തെപ്പറ്റിയും ഏതു വിധേനയും താൻ അവളെ സ്വന്തമാക്കാൻ തീരുമാനിച്ചതിനെപ്പറ്റിയും പറഞ്ഞു. എങ്കിൽ ശ്രീകൃഷ്ണൻ ഏകനായി പോകേണ്ടതില്ല, താനും കൂടി പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് ബലരാമനും പുറകെ വൃഷ്ണിസേനയും പുറപ്പെട്ടു. ജരാസന്ധനെ ശിശുപാലനും രുക്മിണിയും തമ്മിലുള്ള വിവാഹം സ്വന്തം താൽപര്യങ്ങൾക്ക് അനുയോജ്യമായി തോന്നിയിരുന്നു. എങ്ങനെയും ദ്വാരക ആക്രമിച്ച് ശ്രീകൃഷ്ണനെ പരാജയപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിരുന്ന ജരാസന്ധനെ ഇനി ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്യുവാനായി ഒരു സഖ്യം രൂപീകരിക്കാൻ ഈ വിവാഹം ഉപകാരപ്പെടും എന്ന് ഉറപ്പായിരുന്നു. ചേതി രാജാവായ ദമഘോഷന്റെ പുത്രൻ ശിശുപാലൻ ശ്രീകൃഷ്ണന്റെ ശത്രുവായിരുന്നു. എന്നാൽ ഭീഷ്മകൻ ഈ സഖ്യത്തിൽ ചേർന്നിരുന്നില്ല. ജരാസന്ധൻ ചേതിയിലെ രാജാവായ ദമഘോഷനുമായി സന്ധിയിലേർപ്പെട്ടു. അതുവഴി ചേതി രാജ്യത്തിന്റെ സൈന്യമത്രയും ജരാസന്ധനെ ശ്രീകൃഷ്ണനെ എതിരെ ഉപയോഗിക്കാം എന്നായി. ദമഘോഷന്റെയും ശ്രുതദേവിയുടെയും പുത്രൻ ശിശുപാലനെ വിദർഭ രാജ്യത്തിന്റെ രാജാവായ ഭീഷ്മകന്റെ പുത്രി രുക്മിണിയെ വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ വിദർഭയും തന്റെ പക്ഷത്ത് ചേരും എന്നതായിരുന്നു ജരാസന്ധന് ഇക്കാര്യത്തിലെ ലാഭം. ശിശുപാലന്റെ സുഹൃത്തുക്കളായ രാജാക്കന്മാരും അതോടെ ജരാസന്ധന്റെ പക്ഷത്ത് ചേരും. ശിശുപാലനേക്കാൾ ഭീഷ്മകൻ ശ്രീകൃഷ്ണനെ തന്റെ പുത്രയ്ക്ക് അനുയോജ്യനായി കണ്ടപ്പോൾ മൂത്തപുത്രനായ രുക്മി അതിനെ എതിർത്തത് പ്രധാനമായും 3 കാരണങ്ങൾ പറഞ്ഞാണ്. 1. ശ്രീകൃഷ്ണൻ മഗധയുടെയും ജരാസന്ധന്റെയും ശത്രുവാണ്. 2. രുക്മിണി ഒരു രാജകുമാരിയായതുകൊണ്ട് ഒരു ക്ഷത്രിയ രാജകുമാരനെയാണ് വിവാഹം കഴിക്കേണ്ടത്. 3. ശ്രീകൃഷ്ണൻ സത്യത്തിൽ ആരുടെ പുത്രനാണ് എന്നതിൽ പലർക്കും സംശയമുണ്ട്. നന്ദഗോപരുടെ പുത്രനോ അതോ വസുദേവപുത്രനോ? അങ്ങനെ ഒരാൾക്ക് തന്റെ സഹോദരിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ സാധ്യമല്ല എന്നതായിരുന്നു രുക്മിയുടെ വാദം. അങ്ങനെ വിദർഭയിൽ വിവാഹഘോഷം തുടങ്ങി. ശ്രീകൃഷ്ണൻ ബലരാമനുമായി വിദർഭയിൽ എത്തി. വിവരമറിഞ്ഞ ഭീഷ്മകൻ കരുതിയത് വിവാഹത്തിൽ പങ്കെടുക്കാൻ ശിശുപാലന്റെ ബന്ധുക്കളായാണ് ഇവർ എത്തിയതെന്നാണ്. അതുകൊണ്ട് സന്തോഷപൂർവം അദ്ദേഹം അവരെ സ്വാഗതം ചെയ്തു. എന്നാൽ രുക്മിണി തന്റെ സന്ദേശത്തിന് മറുപടി കിട്ടാതെ ദുഃഖത്തിലായിരുന്നു. രുക്മിണിയെ എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ തന്റെ വധുവാക്കിയത്? ആ കഥ നാളെ. വദനം